ഞാനിപ്പോഴുള്ളത് നമ്മുടെ ഐഷ പോറ്റി മുൻ MLA വീട്ടിലാണ്. ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്. അല്പനേരം ഒന്ന് സംസാരിച്ചിരിക്കാമെന്ന് കരുതി കയറിയതാണ്. അങ്ങനെ കയറിയപ്പോൾ അത് ഐഷ പോറ്റി മാഡത്തോട് സംസാരിച്ചപ്പോൾ ഇരിക്കാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണ് ഐഷ പോറ്റി മാഡത്തിൻ്റെ മനസ്സിലുള്ളതും എന്താണ് മനസ്സിലുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നതുമെല്ലാം പ്രേക്ഷകർക്ക് കേൾക്കാം. നമസ്കാരം, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് ശ്രീമതി ഐഷ പോറ്റി, അഡ്വക്കേറ്റ് ഐഷ പോറ്റി. ഐഷ പോറ്റിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലായാലും പൊതുസമൂഹത്തിലായാലും ചർച്ച മൊത്തം അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള ചർച്ചകളാണ് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ല പൊതുസമൂഹത്തിലും മുഴുവൻ ചർച്ച മാഡത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 15 വർഷമായി കൊട്ടാരക്കരയെ പ്രതിനിധീകരിക്കുന്ന MLA ആയിരുന്നു. 2016 വരെ, 21 വരെ, 2006 മുതൽ 2021 വരെ. അതിനു മുൻപ് 2001 തോന്നുന്നു, 2006 ആദ്യം വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. കുറച്ചു കാലം ഇരുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റായി 2.5 വർഷം. അപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴാണ് നിയമസഭാ ഇലക്ഷനിൽ രണ്ടാമത് മത്സരിച്ചിട്ട് മെമ്പർ ആയിരിക്കുമ്പോഴാണ്. അപ്പൊ ആദ്യം മത്സരിച്ചപ്പോൾ തന്നെ പ്രസിഡന്റ് ആവാനുള്ള അവസരം കിട്ടി. രണ്ടാം പകുതിക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അതിലും കൂടുതൽ, ആദ്യത്തെ നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു, വലിയ ഭൂരിപക്ഷം. ആ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് ശേഷം ആണ് മെമ്പറായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് നിയമസഭയിലേക്ക് നമുക്കൊരു ചാൻസ് കിട്ടി നമ്മൾ മത്സരിക്കുന്നത്. കൊട്ടാരക്കരയുടെ ഒരു പൊതു സംസാരം പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ എല്ലാവരും പറയുന്നത് അങ്ങനെ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ആ ഗണപതി ക്ഷേത്രം കഴിഞ്ഞാല് പിന്നെ അറിയപ്പെടുന്നത് കൊട്ടാരക്കരയിലെ R ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന്റെ തട്ടകവും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പോലെയായിരുന്നു കൊട്ടാരക്കര. നമുക്ക് ഇവിടെ ഉള്ളവർ മാത്രമല്ല, പൊതുവെ ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്, കൊട്ടാരക്കര വഴി ഏത് ട്രാൻസ്പോർട്ട് ബസ് പോയാലും അതിനകത്ത് എഴുതി കൊട്ടാരക്കര വഴി, വയ കൊട്ടാരക്കര. അപ്പൊ കൊട്ടാരക്കരയ്ക്ക് അത്രത്തോളം ഒരു പ്രാധാന്യമുള്ളൊരു, ഇപ്പൊ കൊട്ടാരക്കര ശ്രീധരൻ നായർ, കൊട്ടാരക്കരയുടെ പേര് ലോകം മുഴുവൻ എത്തിച്ച ആളാണ്. അതുപോലെ പിന്നെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീമാൻ R ബാലകൃഷ്ണപിള്ള. അപ്പൊ ആ വലിയ മനുഷ്യനെ R ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിച്ചാണ് മാഡം MLA ആവുന്നത് 2006. പക്ഷെ ഭൂരിപക്ഷം കുറവായിരുന്നു, 12,087 വോട്ടിനാണ് ജയിച്ചത്. അതിനുശേഷം 2011 തെരഞ്ഞെടുപ്പില് ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു 20,592. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഡോക്ടർ NN പോറ്റി, ബാലകൃഷ്ണ സാറിന്റെ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ചു. അന്ന് ഡോക്ടറെ തോൽപ്പിച്ചത് ഇരട്ടി ഭൂരിപക്ഷത്തിന്, ഇരട്ടി കൂടുതൽ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് 2016 മുതൽ 2021 വരെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് കുതിച്ചു കയറി. 42,632 വോട്ട്. അപ്പൊ 42,632 വോട്ടിന് ജയിച്ച അത്രയും ആളുകളുടെ പിന്തുണ, അത് തോപ്പിച്ചത് എനിക്ക് തോന്നുന്നു സവിൻ സത്യനെ, കോൺഗ്രസിലെ സവിൻ സത്യനെ. അപ്പോൾ അത്രയും ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ പകുതി വോട്ട് നമുക്ക് കിട്ടി. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അത്രയും പേരുടെ ഒരു അംഗീകാരവും അത്രയും പേരുടെ ഒരു പിന്തുണയാണ് നമുക്ക് കിട്ടിയത്. അത് പാർട്ടി വ്യത്യാസമില്ലാതെ. അതിനകത്ത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുടുംബക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാഡത്തിന്റെ കൂടെ പഠിച്ചവർ വോട്ട് ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ നാനാ വിഭാഗത്തിലുള്ള ആളുകളുടെയും പിന്തുണ നേടിയാണ് 2016 തെരഞ്ഞെടുപ്പിൽ അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. തീർച്ചയായിട്ടും 2021 വന്നപ്പോഴത്തേന് പാർട്ടി വേറൊരാളിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. മാഡം മൗനമായി തന്നെ മാറി നിന്നു, ഒരെതിരും പറഞ്ഞില്ല. ഒന്നിച്ച് അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ മുമ്പ് നിന്ന് വർക്ക് ചെയ്തു. അതെ, അപ്പൊ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അപ്പൊ
മാഡത്തോട് ഞാൻ കേട്ടത് മാഡത്തോട് ചോദിക്കാതെയാണ് പിന്നെ ചോദിക്കുക പോലും ചെയ്യാതെയാണ് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയെന്നുള്ളതാണ്. അങ്ങനെയാണ് കേട്ടത്. എന്നോട് ചോദിക്കണമെന്നൊന്നുമില്ല. ചോദിക്കണമെന്നില്ല. പക്ഷെ മൂന്നോടെ ആയില്ലേ, അപ്പൊ പുതിയ ആള് വരുമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പം പുതിയ ആളിനെ ഫുൾ സപ്പോർട്ട്, ആ പുതിയ സ്ഥാനാർത്ഥിക്ക് മുഴുവൻ സപ്പോർട്ടും കൊടുത്തു. നിങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരുന്നല്ലേ. അപ്പൊ അത് അവിടെ പക്ഷെ ഈ 42,600 ശിഷ്ടം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ ഒരു 10,000 ഇഷ്ടം വോട്ട്, 11,000 കടന്നില്ല. 11,000 എനിക്കൊന്ന് 10,800 ശിഷ്ടം അത്ര വോട്ടിനെ ജയിക്കാൻ പറ്റിയുള്ളൂ. എന്താണ് ഇപ്പം ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി മാഡം ഇപ്പം കോൺഗ്രസ്സിൽ ചേരാനുള്ള ഒരു സാഹചര്യം അതെന്തായിരിക്കും? ഞാൻ പറഞ്ഞു കേട്ടതൊക്കെ, ഞാൻ വെളിയിൽ നിന്ന് കേട്ടതൊക്കെ എന്ന് പറഞ്ഞാൽ മാഡത്തിന് സുഖമില്ലാതെ മാറി നിൽക്കുന്നു എന്നാണ് പാർട്ടിയിൽ അന്ന് പറഞ്ഞു. പാർട്ടി കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നു അങ്ങനെയല്ല, കോൺഗ്രസിൽ ചേർന്നു. അപ്പം മിനിയാന്ന് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഔദ്യോഗികമായി തന്നെ ആ ഒരു പിന്നെ പ്രവേശനം നടന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അതിനുള്ള സാഹചര്യം? ഞാൻ ആക്ച്വലി പുതിയ ആള് വന്നു, നമ്മൾ 3 തവണ നിന്നു, പ്രവർത്തിച്ചു, ഒരു സമയവും കളയാതെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, ഒരുപാട് തുടങ്ങി വെച്ചു. പുതിയ സ്ഥാനാർത്ഥി വന്നു, ബാലകോത്സവം വന്നു, ഞാൻ ഫുൾ ടൈം അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിയായിരുന്നു, ആ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാലിലൊരു പ്രശ്നം പറ്റിയത് നോക്കാതെ ഞാൻ തീരുന്നവരെ ഓടിക്കഴിഞ്ഞു. പിന്നെ 2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വന്നു, കാലിന് ഇച്ചിരി പരിക്ക് പറ്റിയിട്ട്. അതെനിക്ക് പറ്റിയ ഒരു പ്രശ്നമാണ്, ആ പ്രവർത്തനത്തിനിടയിൽ പറ്റിയതാണ്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഫുൾ ടൈം ഓടിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ പ്രവർത്തകയായിട്ടും ജില്ലാ സമ്മേളനം വന്നു, അത് ഫുള്ള് ഞാൻ ഓടി നിന്നതാണ് എല്ലാം സംഘടിപ്പിക്കാനായിട്ട്. അതുപോലെ ജില്ലാ കമ്മിറ്റിയിലായപ്പോഴും ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്ന ആദ്യമൊക്കെ. അപ്പോഴത്തേക്ക് ഈ യാത്രക്കിടയിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. ഈ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ഒരു സഞ്ചരിച്ചപ്പോൾ ഒരു പ്രശ്നമൊക്കെ വന്നായിരുന്നു, ആ വണ്ടിയിൽ പോയ സമയത്തൊക്കെ. അതൊക്കെ ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഇത് വന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രശ്നം പറ്റിയപ്പോൾ എനിക്ക് കുറച്ച് അവധി വേണമെന്ന് പറഞ്ഞായിരുന്നു, അത് എടുത്തു. അതെല്ലാം കഴിഞ്ഞു, വീണ്ടും ആക്റ്റീവായിട്ട് വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ ജയിക്കാനായിട്ടൊക്കെ ബാലകോത്സവം നിൽക്കുമ്പോഴൊക്കെ തന്നെയും പാർട്ടിയോടൊപ്പം നിന്ന് മുഴുവൻ സ്ഥലത്തും പോയി ഒരു സ്ഥാനാർത്ഥി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്ത് നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കുറേ നമ്മൾ കൊണ്ടുവന്ന് വെച്ച കുറേ ഉദ്ഘാടനങ്ങളുണ്ട്, നിർമ്മാണ ഉദ്ഘാടനങ്ങൾ, അങ്ങനത്തെ ഒക്കെ. റോഡ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, MLA ഫണ്ട് കൊടുത്തതിൻ്റെ തറക്കല്ലിടിയിൽ, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴെന്താണെന്ന് അറിഞ്ഞൂടാ, അപ്പോഴൊക്കെ എൻ്റെ പേരൊന്നും എങ്ങും നോട്ടീസിൽ തന്നെ വെക്കുന്നില്ല, അക്കാര്യങ്ങളൊന്നും എന്നോട് അറിയിക്കുന്നില്ല. ഞാൻ കമ്മിറ്റികളിലൊക്കെ പോകുന്നുണ്ട്, കമ്മിറ്റികളിൽ പോകാതായതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഈ മാതിരിയുള്ള വികസന പ്രവർത്തനങ്ങളിലൊന്നും ഇത്രയും കാലം ഒരു ജനപ്രതിനിധിയായി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞാനും കൂടി ചേർന്ന് കൊണ്ടുവന്ന ആളെ ഏതെങ്കിലും മണ്ഡലത്തിൽ മാറ്റി നിർത്തി കണ്ടിട്ടുണ്ടോ? അത് ഞാൻ ആരോടും പക്ഷെ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. ഈ തൊട്ടവിടെ ആ വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ 5 കോടി അനുവദിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ തറക്കല്ലിടൽ വേഗം ആവുമല്ലോ, കാരണം അന്ന് ഈ കോവിഡ് വന്നുകൊണ്ട് എല്ലാത്തിനും കുറച്ച് ആൾക്കാർ കൂടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഡിലേ വന്നാണ്. റൂറൽ SP ഓഫീസൊക്കെ അല്ലെങ്കിൽ അന്നേ ഉദ്ഘാടനം ചെയ്തതിന്, ചെട്ടിയാരഴീത്ത് പാലും അന്നേ ഉദ്ഘാടനം ചെയ്തു. ഈ 1 വർഷത്തോളം കോവിഡ് വന്നതിൻ്റെ ഒരു ഡിലേ വന്നു. ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളും ഉദ്ഘാടനങ്ങളും വരുമ്പോൾ ആയിഷ പോറ്റി എന്ന ഒരാൾ നോട്ടീസിൽ പോലും ഇല്ല. എന്നെ ക്ഷണിക്കാൻ എന്നിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് നോട്ടീസ് തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, എല്ലാവരുടെയും പേരുണ്ട്, എൻ്റെ പേരില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ പേരില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നതെന്ന്. കാരണം ഇതെല്ലാം പിന്നെ തറക്കല്ലിടിയും ഇതെല്ലാം പണി പൂർത്തിയാക്കാൻ വരെ എല്ലാ കാര്യങ്ങളിലും ഫണ്ട് അനുവദിക്കാനും എല്ലാത്തിനും ഈ പദ്ധതിക്കെല്ലാം പിന്നിൽ നിന്നെല്ലാം ചെയ്തത് മാഡത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇഞ്ചക്കാട് റോഡ്, ഇവിടുത്തെ ട്രാഫിക് കുറയ്ക്കാൻ ശാസ്താംകോട്ടയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ മൂഴിക്കോട് നിന്ന് കയറി ഇഞ്ചക്കാട് ഇറങ്ങാൻ അന്ന് 4 കോടി സംതിങ് അനുവദിച്ച് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനങ്ങ് മാറുന്നത്. അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നേരം ഞാൻ അറിഞ്ഞു തന്നെ ഇല്ല. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, എന്താ സഖാവ് വരാണ്ടിരുന്ന, സഖാവ് ഇരുന്നപ്പോൾ പണിഞ്ഞ റോഡ് എന്താ വരാത്ത, നോട്ടീസിലും പേര് കണ്ടില്ലേ, നാട്ടിലില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ഉദ്ഘാടനമാണോ എന്ന് അന്നേരം ഞാൻ അറിയുന്നത്. ഇത് സത്യമായ കാര്യമാണ്, എനിക്ക് വേറൊന്നും പറയേണ്ട ആവശ്യം. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. പുത്തുമുക്കിലെ മാവടിയിലെല്ലാം നമ്മൾ കൊടുത്തത്, അതുപോലെ വില്ലേജ് ഓഫീസുകളുടെ
അതെല്ലാം അന്നേ അനുവദിച്ചു വെച്ചിരുന്നതിൻ്റെ ആ തറക്കല്ലിടലിൻ്റെ കല്ലൊക്കെ അവിടെ വെച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അന്നത്തെ മന്ത്രി ചെയ്തതാണ്, ഞാൻ അധ്യക്ഷയൊക്കെ ആയിട്ട്. അന്ന് നമ്മൾ എഫർട്ട് എടുത്ത ഈ വാളക ഒഴിച്ചുള്ളതെല്ലാം അത് അനുവദിച്ചിരുന്നു. വാളകത്തെ കൂടെ തന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. വാളകാന്നോ വേറെ ഏതോ ഒരെണ്ണം പുത്തൂരെയോ മറ്റോ. അപ്പം അതെല്ലാം പണികളും ആരംഭിച്ചിരുന്നു. അതിൻ്റെ പൂർത്തീകരിച്ചപ്പോഴും എന്നെ നോട്ടീസ് കൊണ്ട് തരുമോ, അതിനകത്തും എൻ്റെ പേരില്ല. എന്തായിരിക്കും വേറെ ഒരാൾക്കാണ് ഫീൽ ചെയ്യുക? നമ്മളെ തീർത്തും അവഗണിക്കുന്ന ഒരു ഇത് സാഹചര്യത്തിലേക്ക്. ഞാൻ നാട്ടുകാരോട് ആരോടും വിളിച്ചു പറഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ഇരുന്നതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് വിഷമം തോന്നി അപ്പോൾ അത്രയൊക്കെ ആയപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കമ്മിറ്റിക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറയുക, ഞാൻ തുറന്നങ്ങ് പറഞ്ഞാൽ, ഈ പാർട്ടിയിൽ ഇത്രയും നാൾ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ വെറുതെ പിന്നെ പാർട്ടിയെ വിമർശിക്കാനിരിക്കും. ഞാൻ അത്രയും നാൾ നിന്നൊരു പാർട്ടിയല്ലേ. ഞാനൊരു സത്യത്തിൽ കുറച്ചൊരു കള്ളം പറഞ്ഞു. അന്ന് ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇച്ചിരി പരിക്കൊക്കെ പറ്റിയെങ്കിലും അത് കുറേ മാറിയിരുന്നു. പിന്നെ ഓടാനുള്ളൊരു മനസ്സ് വരാത്തതും പ്രവർത്തിക്കാൻ തോന്നാത്തതിൻ്റെയും പ്രധാന കാരണം ഈ രീതിയിലുള്ള ഒഴിച്ചു നിർത്തൽ തന്നെയാണ്. പക്ഷെ അത് ഞാൻ തുറന്നു പറഞ്ഞില്ല. അതാണിപ്പോൾ എനിക്ക് പാരയായത്. എനിക്ക് വയ്യാത്തോണ്ടാന്ന് അതൊക്കെ മാറിയിട്ട് പോലും കള്ളം പറഞ്ഞു എന്നുള്ളത് എനിക്ക് പാരയായി. ഇപ്പം ഞാൻ പാർട്ടിയെ എല്ലാവരും കൂടെ അങ്ങനെ വിമർശിക്കേണ്ട ഞാൻ നിന്നല്ല ഇത്രയും നാളെ. എന്നെ സ്ഥാനാർത്ഥിയാക്കിയാലും എത്ര അവസരം തന്നാലും ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ. പ്രവർത്തിച്ചാലേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സംശയമില്ലാത്ത കാര്യമല്ലേ. ഒരു തവണ ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ പിന്നെ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും ജയിച്ചു കണ്ടിട്ടുണ്ടോ? പ്രയാസമല്ലേ. ജനങ്ങളുടെ ഇടയിൽ അത്രയും പ്രവർത്തിച്ചുകൊണ്ടല്ലേ ജനങ്ങൾ ഭൂരിപക്ഷം കൂട്ടി തന്നത്. നല്ല പ്രവർത്തനം പാർട്ടിയും ചെയ്തു, ഇടതുപക്ഷവും ചെയ്തു. രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാരെല്ലാം സഹായിക്കുകയും ചെയ്തു. ഞാനും ആരുടെയും രാഷ്ട്രീയം നോക്കാതെ പറ്റാവുന്നത് മുഴുവൻ സകലമാന പേർക്കും ചെയ്തു. പാർട്ടിയോട് ആലോചിച്ച് തന്നെ നയപരമായ തീരുമാനങ്ങൾ എടുത്തു. ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്നെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് ആദ്യമൊന്നും എനിക്ക് അത്ര സ്ട്രൈക്ക് ചെയ്തില്ല. എല്ലാവരും വിളിച്ചിട്ട് എന്തേ വരാത്തെന്ന് ചോദിക്കുമ്പോഴേ ഞാൻ MLA അല്ലാത്തതുകൊണ്ടാന്നൊക്കെ പറയും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പർപ്പസ്ഫുള്ളായിട്ടുള്ള അവോയ്ഡ് ചെയ്യുന്നതാണെന്ന്. അന്നേരമാണ് ഞാൻ വിചാരിച്ചത് എന്നാലും ഞാൻ അങ്ങ് മാറുന്നു എന്ന് പറയുമ്പോൾ മോശമല്ലേ എന്ന് വെച്ചിട്ടാണ് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിൽക്കുകയാണ്, എന്നെ ഒഴിവാക്കിക്കോളാൻ പറഞ്ഞു, സുഖമില്ല എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അത് എനിക്കൊരു തിരിച്ചടിയായി. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ കുറച്ച് പരിക്ക് കാലിനായി ബാലഗോപാൽ സാഹിബിൻ്റെ ഇലക്ഷന് തന്നെ പറ്റിയ പ്രശ്നമാണ്. എന്നാലും അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടി ഇത്രയും നാൾ നിന്ന് പാർട്ടിയെ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ സ്ത്രീകളെ ഒഴിവാക്കിയെന്നു അങ്ങനെ ഒരു വിമർശനം പാർട്ടിക്ക് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. അതാണ് ഇപ്പം എനിക്ക് തിരിച്ചടിയായത്. ഇപ്പം ഞാൻ അധികാരമോഹിയാണെന്നോ ഒരുപാട് ഞാനത് വില വെക്കുന്നേ ഇല്ല. ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അറിയാം ഞാൻ ആരാണ്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം.